HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, അനാമിക, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. രണ്ടാം ഘട്ട പാഠപുസ്തക വിതരണം തുടങ്ങി. PP തങ്കച്ചൻ അന്തരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട. നിഹാലിന്റെ പടയോട്ടം. അയ്യപ്പ സംഘത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഘവും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. രണ്ടാം ഘട്ട പാഠപുസ്തക വിതരണം തുടങ്ങി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ രണ്ടാം ഘട്ട പാഠപുസ്തക വിതരണം ഈ മാസം പൂർത്തിയാകും. ഒക്ടോബർ മുതൽ രണ്ടാം ഘട്ടം പുസ്തകങ്ങൾ പഠിപ്പിച്ചു തുടങ്ങും. 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 2.16 കോടി പുസ്തകങ്ങളാണ് അധ്യയന വർഷം 2 ഭാഗങ്ങളായി വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടം പുസ്തകങ്ങൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപേ വിതരണം ചെയ്തിരുന്നു. കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിക്കാണ് അച്ചടി ചുമതല. ജില്ലാ ഡിപ്പോകളിൽ നിന്ന് കുടുംബശ്രീ പ്രവർത്തകർ പുസ്തകങ്ങൾ തരംതിരിച്ച് ഉപജില്ലാ സൊസൈറ്റികളിൽ എത്തിക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സൊസൈറ്റികളിൽ നിന്നാണ് പുസ്തകം ശേഖരിക്കുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകൾ ഡിപ്പോകളിൽ നിന്നും പുസ്തകം ശേഖരിക്കും. 2,46,810 ക്ലാസുകളിൽ പരിഷ്കരിച്ച പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ 2ാം വോളിയം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിൽ ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ, ഇലക്ടർ ബോർഡ് എന്നിവയെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട്. PP തങ്കച്ചൻ അന്തരിച്ചു. KPCC മുൻ പ്രസിഡന്റ് PP തങ്കച്ചൻ അന്തരിച്ചു. നിയമസഭാ സ്പീക്കർ, മന്ത്രി, UDF കൺവീനർ എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നിരുന്നു. ശ്വാസകോശാണുബാധ മൂലം കഴിഞ്ഞ മാസം 15 മുതൽ ആലുവയിലെ ആശുപത്രിയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 അന്ത്യം. അങ്കമാലി അകപ്പറമ്പ് പൈനാടത്ത് വരദനായ ഫ പൗലോസിൻ്റെയും അന്നമ്മയുടെയും മകനായ തങ്കച്ചൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. 1968 28ാം വയസ്സിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായപ്പോൾ ആ പദവിയിലെത്തുന്ന രാജ്യത്തെ പ്രായം കുറഞ്ഞ ആളായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഉദ്ഘാടനം ഇന്ന്. കേന്ദ്രമന്ത്രി അമിത് ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവതരിപ്പിക്കുന്നു. നിഹാലിന്റെ പടയോട്ടം. ഫിഡെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ മലയാളിയായ നിഹാൽ സരിൻ വിജയക്കുതിപ്പ് തുടരുന്നു. 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇറാന്റെ പർഹം മക്സൂദുലുവിനെ 42 നീക്കത്തിൽ വീഴ്ത്തി ഞെട്ടിച്ചു. നിഹാലും ജർമ്മനിയുടെ മത്യാസ് ബ്ലുബോമും 7ാം റൗണ്ടിൽ 5.5 പോയിന്റുമായി ഒന്നാമതെത്തി. 4 റൗണ്ട് മത്സരമാണ് ബാക്കിയുള്ളത്. ഗ്രാൻഡ് മാസ്റ്ററായ നിഹാലിന് 4 ജയവും 3 സമനിലയുമാണുള്ളത്. തൃശൂർക്കാരൻ അവസാന 3 റൗണ്ടിലും തിളക്കമാർന്ന വിജയം നേടി. ജർമ്മൻ താരം മത്യാസ് ഇന്ത്യയുടെ അർജുൻ എറിഗൈസിനെയാണ് കീഴടക്കിയത്. നിലവിലെ ചാമ്പ്യൻ വിദിത് ഗുജറാത്തി, R പ്രജ്ഞാനന്ദ എന്നിവർ ജയിച്ചു. വിദിത് അടക്കം 7 കളിക്കാർ 5 പോയിന്റുമായി രണ്ടാമതുണ്ട്. അർജുനും പ്രജ്ഞാനന്ദയ്ക്കും 4.5 പോയിന്റാണുള്ളത്. മലയാളി താരം SL നാരായണൻ സമനില നേടി. ലോക ചാമ്പ്യനായ D ഗുഗേഷിന് തുടർച്ചയായ 3ാം തോൽവിയും പിന്തുണഞ്ഞു. വനിതകളിൽ ഇന്ത്യയുടെ R വൈലാശി 6 പോയിന്റുമായി ഒറ്റയ്ക്ക് മുന്നിലാണ്. ചൈനയുടെ ഗുക്വിയെ തോൽപ്പിച്ചു. അയ്യപ്പ സംഘത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഘവും. ആഗോള അയ്യപ്പ സംഘത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്കും സർക്കാർ വേദിയൊരുക്കുന്നു. അടുത്ത മാസം പകുതിയോടെ കൊച്ചിയിൽ നടത്താനാണ് ആലോചന. കോഴിക്കോടും പരിഗണനയിലുണ്ട്. 2031 കേരളം എങ്ങനെ എന്ന വിഷയത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 33 സെമിനാറുകൾ നടത്താൻ കഴിഞ്ഞ മാസം അവസാനം നടന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സെമിനാർ കൊച്ചിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. 1 മാസത്തിനിടെ 6 മരണം. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി 47 മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് 1 മാസത്തിനിടെ ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. രാജ്യത്ത് ആദ്യമായാണ് പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി നോർക്ക. പ്രവാസി കേരളീയർക്കായി നോർക്ക ആവിഷ്കരിച്ച സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 ആരംഭിക്കും. നോർക്ക കെയർ എന്ന പേരിലുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി 22 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 21 വരെയാണ് ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രവാസികൾക്കായി ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. 4ാം ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. നോർക്ക പ്രവാസി ID കാർഡ്, സ്റ്റുഡൻസ് ID കാർഡ് ഉടമകൾക്കും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന കേരളീയരിൽ NRK ID കാർഡ് ഉള്ളവർക്കും പദ്ധതിയിൽ ചേരാം. 5 ലക്ഷം രൂപയുടെ പരിരക്ഷയും ലഭിക്കും. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് 13,411 രൂപയും വ്യക്തിഗത ഇൻഷുറൻസിന് 8,101 രൂപയും പ്രീമിയം. രാജ്യത്തുടനീളം 17,000-ലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സയും ലഭിക്കും. കേരളത്തിൽ 470 ആശുപത്രികളുണ്ട്. നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷയും ഉറപ്പാക്കാം. ക്യാമ്പസ് സംവാദത്തിനിടെ വെടിയേറ്റ് ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു. വലതുപക്ഷ ആക്ടിവിസ്റ്റും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത അനുയായിയുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. US സംസ്ഥാനമായ യൂട്ടയിൽ സർവകലാശാല ക്യാമ്പസിൽ 3000-ഓളം പേർ പങ്കെടുക്കുന്ന സംവാദ പരിപാടിയിലായിരുന്നു വെടിയേറ്റത്. വർദ്ധിക്കുന്ന തോക്ക് അതിക്രമങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് വെടിയുതിർന്നത്. കഴുത്തിനാണ് വെടിയേറ്റത്. കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്നും വെടിയുതിർത്ത അക്രമി കടന്നുകളഞ്ഞു. CP രാധാകൃഷ്ണൻ രാജ്യത്തിൻ്റെ 15ാം ഉപരാഷ്ട്രപതി. രാജ്യത്തിൻ്റെ 15ാം ഉപരാഷ്ട്രപതിയായ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ 67 തിരഞ്ഞെടുക്കപ്പെട്ടു. 767 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 452 വോട്ട് നേടി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. സ്ട്രൊബലാന്തസ് ആൾട്ടർനേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മുറികുടി പച്ച അല്ലെങ്കിൽ മുറിവൊട്ടിപ്പച്ച കാലങ്ങളായി മുറിവുണക്കാൻ നാട്ടിൻപുറങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ചെടിയുടെ ഇല പിഴിഞ്ഞെടുക്കുന്ന സത്ത് മുറിവിൽ പുരട്ടി കെട്ടിവെച്ചാൽ ഉണങ്ങും. ഇത് കാരണമായ പ്രഥമ ഘടകം ഏതാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിരുന്നില്ല. ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ലൂപ്പിയോൾ എന്ന ഘടകമാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ലൂപ്പിയോളിനേക്കാളും മുറിവുണക്കാൻ ശേഷിയുള്ള ആക്ടിയോസൈഡ് എന്ന സംയുക്തത്തെയാണ് ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംയുക്തം മുറികുടി പച്ചയിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ 1 മില്ലിഗ്രാമിന് 4,50,600 രൂപ വരെ വില ഈ സംയുക്തത്തിന് ഉണ്ട്. മുറികുടി പച്ചയിൽ ഇത് വലിയ തോതിൽ അടങ്ങിയിരിക്കുന്നതെന്നും വേഗം വേർതിരിച്ചെടുക്കാനും കഴിയും. സെൻറ്ററിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻഫോ കെമിക്കൽ നാനോ ടെക്നോളജിയിലെ ഗവേഷകരാണ് മുറികുടി പച്ചയുടെ രഹസ്യം കണ്ടെത്തിയത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണിത്. ആധുനിക മുറിവുണക്കൽ പാഡും അവർ വികസിപ്പിച്ചു. അപ്രതീക്ഷിത അടി. ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം. ദോഹയിൽ സ്ഫോടനങ്ങൾ. ഹമാസ് നേതാക്കളെ വധിച്ചു. കൊല്ലപ്പെട്ടത് സമാധാന ചർച്ചയ്ക്കെത്തിയപ്പോൾ. ഇത് ഇസ്രയേലിൻ്റെ ദുരിതമെന്ന് ഖത്തർ. ഇസ്രയേലിൻ്റെ ഖത്തർ ആക്രമണം. ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി ഞായറാഴ്ച ദോഹയിൽ നടക്കും. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര UN രക്ഷാസമിതിയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി പങ്കെടുത്തു. ബന്ദികളെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ഖത്തറിനെ ആക്രമിച്ചതിലൂടെ നെതന്യാഹു തല്ലിക്കെടുത്തിയതെന്ന് ഖത്തർ പ്രധാനമന്ത്രി TV അഭിമുഖത്തിൽ പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 2ാം ഘട്ട പാഠപുസ്തക വിതരണം തുടങ്ങി. PP തങ്കച്ചൻ അന്തരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട. നിഹാലിൻ്റെ പടയോട്ടം.
അയ്യപ്പ സംഘത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഘവും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ഷിഫ മിർസ 8 അടി. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. പോയ വാരത്തിലെ ചോദ്യം: ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരം. ഉത്തരം മാധവ് കമത്ത്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം: US പ്രസിഡന്റ് ആര്? sa sa da sa ni da pa ni da ma ga ma ga re sa. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.